അടിപൊളിയായിട്ട് പടം, നല്ല ഫീൽ, സൂപ്പർ പടം. ചാവ എങ്ങനെയുണ്ട് പടം? സൂപ്പർ പടം. എല്ലാം സിനിമാറ്റോഗ്രഫി, മ്യൂസിക് എല്ലാം പോയി. എന്താണ് ഇഷ്ടപ്പെട്ടാണോ കൂടുതലും? രശ്മിക എങ്ങനെയുണ്ട്? രശ്മിക നല്ല ക്യാരക്ടർ, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. വിക്കി കൗശൽ ആക്ടിങ് വേറെ very good acting and her performance were outstanding, so no any doubt Rashmika Mandanna clearly look like a Maharashtrian queen. Is and same her Vicky Kaushal also good acting. ലാസ്റ്റത്തെ വിക്കി കൗശലിൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കുറച്ചും കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും നല്ല അടിപൊളിയായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. നല്ലൊരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? അടിപൊളിയാണ്. കാരണം മ്യൂസിക്കും ഓൺ പോയിന്റിലായിരുന്നു, ഫ്രെയിംസും എല്ലാം അടിപൊളി. And the body posture he made for this movie is very nice. What about the theater experience, that movie? Yes, the presentation of the movie and the background and the music also, the background sound. The main thing is that background sound thrills you. The movie connects you because it's based on your historical background. So Thanks. സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 2-3 കൊല്ലത്തിനിടയിൽ കണ്ട ഏറ്റവും നല്ലൊരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ്. അത്ര നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ ആർട്ടായാലും പിന്നെ കോസ്റ്റ്യൂംസ് പറയാതിരിക്കാൻ അത്ര സൂപ്പറാണ്. പിന്നെ വിക്കി കൗശലിന് എനിക്ക് തോന്നുന്നു മിക്കവാറും പുള്ളിക്കൊരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് മികച്ച നടനുള്ള. അടുത്ത നാഷണൽ അവാർഡിനുള്ള എല്ലാ പെർഫോമൻസും പുള്ളി കിട്ടിയില്ലെങ്കിൽ അതിൽ അത്ഭുതപ്പെടാറുണ്ട്. അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് AR റഹ്മാനെന്നറിയാം, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരാണെന്ന് അറിയില്ല. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഈ സിനിമയെ ഒന്ന് പൊലിപ്പിക്കുന്നത്. അത്ര നല്ല എന്താ പറയുക, സൂപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തു. ശരിക്കും ഇത് നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് അതുപോലത്തെ ഞാൻ പൊതുവെ ഇത് കണ്ടാൽ ഈ മറാത്തക്കാർക്ക് ഭയങ്കര രോമാഞ്ചമൊക്കെ ഉണ്ട്. എനിക്ക് പോലും എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചം ഉണ്ടായി. അതിൽ അത്ര അമ്മമാതിരി ഡയലോഗ്സ് ഉണ്ട്. ഡയലോഗ് എന്ന് പറയുമ്പോൾ ആരെഴുതിയാണെന്ന് അറിയില്ല. പുള്ളി നന്നായിട്ട് നമ്മളെങ്ങനെ ഒരു കോരി ധരിപ്പിക്കുന്ന ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്, ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന ഡയലോഗ്സ് ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു 1 man ഷോ എന്ന് വേണമെങ്കിൽ പറയാം. വിക്കി കൗശൽ ഒരു ആരുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റും. മാതിരിയാണ് ഒരുപാട് ചട്ടർ സിനിമകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു 10 കൊല്ലത്തിനിടയിൽ നിന്നാണ് അതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് പുള്ളിയിലാണെന്ന് പറയാം. ഓവറോൾ കണ്ടിരിക്കാൻ പറ്റുമ്പോഴാണോ? സൂപ്പറായിട്ട് കണ്ടു. സ്റ്റാർട്ടിങ് ടു തന്നെ നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം വരുന്നത്. യുദ്ധം ഇപ്പം തന്നെ നമ്മൾ ബാഹുബലിയിലൊക്കെ ഈ സ്പെഷ്യൽ എഫക്ട്സിൻ്റെ കൂടുതൽ ഇത് വെച്ചിട്ടാണ് നമുക്ക് കാണുമ്പോൾ അറിയാം ഈ സ്പെഷ്യൽ എഫക്ട്സ് കൊണ്ടുള്ളതാണ്. ഇത് അങ്ങനെയല്ല, ഇത് പക്ക നമ്മൾ യുദ്ധഭൂമിയിൽ ചെന്ന് നിൽക്കുന്നതായിട്ട് അവിടെ യുദ്ധം ചെയ്യുന്നതായിട്ട് തന്നെ തോന്നുന്നത്. വിഷ്വൽ എഫക്ട്സിൻ്റെ അധികം ഇതില്ലാതെ സ്റ്റൺസ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അത് സ്റ്റൺ മാസ്റ്റർ ആരാണെങ്കിലും പുള്ളി അഭിനന്ദിച്ചേ പറ്റും. എങ്ങനെയുണ്ട് രശ്മിക? കാരണം ഒരുപാട് ട്രോൾ രശ്മിക കഴിഞ്ഞ ഒരു വെറുപ്പിക്കലിന് ശേഷം ഒരു വളരെ നല്ലൊരു കഥാപാത്രം എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ടർ അവരെ കൊണ്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ മറ്റേ പ്രേമവും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാതെ പൊതുവേ നമ്മൾ ഈ മറാത്തി ചരിത്രം നോക്കുമ്പോൾ മറാത്തി സ്ത്രീകൾ ഭയങ്കര ധൈര്യശാലികളും ഒക്കെയാണ്. അതേമാതിരിയുള്ള ഒരു കഥാപാത്രം ഇതിൽ നായകൻ്റെ ഭാര്യയായിട്ടാണ് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോകും. മറ്റേ വെറുപ്പിക്കൽ ഇതിൽ തീരും. രശ്മിക അത്ര നന്നായി ചെയ്തു.